നമസ്കാരം. കണ്ടൻറ് മോണിറ്റൈസേഷൻ ടൂൾ ആക്ടിവേറ്റ് ആയെന്ന് പറഞ്ഞാലും നമുക്ക് ചിലപ്പോൾ ഫേസ്ബുക്കിൽ കണ്ടൻറ് മോണിറ്റൈസേഷനിൽ ഡിസേബിൾ ആയിരിക്കും. കാരണം നമുക്കതിൽ നിന്ന് പൈസ കിട്ടത്തില്ല. അതൊരു പക്ഷേ നമുക്കത് അറിയണമെന്നില്ല. ഒരാൾ അതെങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഫേസ്ബുക്കിൽ ഇപ്പോൾ പൈസ തരണമെന്നുണ്ടെങ്കിൽ, ഫേസ്ബുക്കിൽ നമ്മളിടുന്ന പോസ്റ്റിന് ഫേസ്ബുക്ക് നമുക്ക് പൈസ തരണമെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഓഗസ്റ്റ് മാസം 31 ശേഷം നമുക്ക് ഇതുവരെ ലഭിച്ചുകൊണ്ടിരുന്ന പല ടൂൾസും എല്ലാം കൂടെ സെൻട്രലൈസ് ചെയ്ത് ഇപ്പോൾ കണ്ടൻറ് മോണിറ്റൈസേഷൻ എന്നുള്ള ഒരു ഏക ടൂളിലേക്ക് മാറുകയാണ്. പക്ഷേ ഈ കണ്ടൻറ് മോണിറ്റൈസേഷൻ ടൂള് നമ്മൾ നോക്കുമ്പം നമുക്ക് ടൂള് ആക്ടിവേറ്റ് ആണെന്ന് പറഞ്ഞാലും ചിലപ്പം കണ്ടൻറ് മോണിറ്റൈസേഷൻ ടൂള് ഡിസേബിൾ ആയിരിക്കും, അല്ലെങ്കിൽ നമുക്കത് ആക്റ്റീവ് ആകണമെന്നില്ല. അതെങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളോട് പറയുന്നത്. ഞാനിത് ഫേസ് ചെയ്ത് ഇപ്പോൾ റീസെൻ്റ്ലിയാണ് ഞാനത് ഫിക്സ് ചെയ്തു. നമുക്ക് ഇത് എങ്ങനെ ഫിക്സ് ചെയ്യാം എന്നുള്ളതൊക്കെ ഒരുപാട് യൂട്യൂബിലൊക്കെ വീഡിയോസ് ഉണ്ടെങ്കിൽ പറഞ്ഞും അവരൊരിക്കലും അത് ക്ലിയറായിട്ട് പറയുന്നില്ല. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. വീഡിയോ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കാണുക. ഇത് പ്രധാനമായിട്ടും അഫക്റ്റ് ചെയ്യുന്നത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് നമ്മളുടെ വീഡിയോസിനാണ്. ഫോട്ടോസൊക്കെ നോർമലി അങ്ങനെ വലിയ ഇഷ്യൂസ് വരത്തൊന്നുമില്ല, അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ആർട്ടിക്കിൾ എഴുതിയാലും ഇഷ്യൂസ് ഒന്നും വരത്തില്ല. പക്ഷേങ്കിൽ ഇത് അഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ വീഡിയോസിനാണ്. ഇതിന് പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് പറഞ്ഞാൽ, നിങ്ങൾ കണ്ടൻറ് മോണിറ്റൈസേഷനിൽ നിങ്ങൾക്ക് ആ ഒരു ഗ്രാഫ് നോക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കണ്ടൻറ് മോണിറ്റൈസേഷൻ്റെ ടൂൾ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ ഈ പറയുന്ന ഇൻകം കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തിനൊക്കെയാണ് ഇൻകം വരുന്നതെന്നോ നിങ്ങൾ അതിന് നോക്കണം. പിന്നെ അതേപോലെ തന്നെ നിങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ, ഇപ്പോൾ സപ്പോസ് എക്സാമ്പിൾ ഈ ഒരു വീഡിയോയുടെ ഇവിടെ ഉണ്ടോ സീ ഇൻസൈറ്റ് ആൻഡ് ആഡ് എന്ന് കണ്ടോ, അത് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ അത് സെലക്ട് ചെയ്ത് നമ്മൾ ജസ്റ്റ് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഏണിങ്സ് സെറ്റിങ്സ്, അവിടെ ഏണിങ് എത്ര, ഈ വീഡിയോയിൽ എത്ര ഏണിങ് കിട്ടി എന്നുള്ളത് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇപ്പോൾ എൻ്റെ ഇതിനകത്ത് ഏണിങ് അത് നമ്മൾ ഇപ്പോൾ 0 എന്നാണ് കാണിക്കുന്നത്. നമ്മൾ ഈ വീഡിയോയുടെ സെറ്റിങ്സ് എടുത്തിട്ട് നമ്മൾ നോക്കുമ്പം ഈ കണ്ടൻറ് മോണിറ്റൈസേഷൻ ഡിസേബിളായിട്ട് കാണും. നമ്മളത് ഇനേബിൾ ആക്കിയെന്ന് വെച്ചാൽ മാനുവലി ബാക്കിലോട്ട് വന്ന് വീണ്ടും നമ്മൾ തിരിച്ച് പോകുമ്പോൾ വീണ്ടും അത് ഡിസേബിളായിട്ട് തന്നെ കാണും. ഇതിപ്പോൾ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ്. അപ്ലോഡ് ചെയ്ത് നമ്മൾ ഈ സാധാരണ പേരൊക്കെ എഴുതുമ്പം അതിനകത്ത് താഴെയായിട്ട് കണ്ടോ ഏൺ മണി എന്നൊരു ഓപ്ഷനുണ്ട്. ആ ഏൺ മണി സെലക്ട് ചെയ്യുമ്പം സ്റ്റാർ ഇനേബിളാണ്, കണ്ടൻറ് മോണിറ്റൈസേഷൻ ഡിസേബിളാണ്. ഇതാണ് നമ്മുടെ പ്രശ്നം. പക്ഷേ എനിക്ക് ഈ ടൂള് കിട്ടിയതാണ്. ഇപ്പം ഈ വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും ഈ കണ്ടൻറ് മോണിറ്റൈസേഷൻ ഉണ്ടോ, നമുക്ക് അത് ആക്ടിവേറ്റ് ആയിട്ടുണ്ടോ ഡിസേബിൾ ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നത് മനസ്സിലായി. ഞാൻ നോർമലി ഇതിന് ഈ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോഴേ ഞാൻ നേരെ ഫേസ്ബുക്കിലെ ആൾക്കാരുമായിട്ട് സപ്പോർട്ട് ആവശ്യപ്പെട്ടു. അവരത് ഒരു ദിവസം കൊണ്ട് തന്നെ ഫിക്സ് ചെയ്ത് തന്നു. ഇത് ഫിക്സ് ആയ ശേഷം ഞാൻ എന്താണ് എനിക്ക് വന്ന മാറ്റം എന്നുള്ളത് ഞാനിപ്പോൾ ഒരു വീഡിയോയ്ക്ക്